കേരളത്തിൽ വേനൽ ചൂട് കടുക്കുന്നതിനിടെ അപ്രതീക്ഷിതമായി കഴിഞ്ഞ ദിവസങ്ങളിൽ പലയിടത്തും മഴ ലഭിച്ചിരുന്നു. വരും ദിവസങ്ങളിൽ മഴയുണ്ടാകുമെന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ശക്തമായ ന്യൂനമർദ്ദത്തിന്റെ ഫലമായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വരും ദിവസങ്ങളിലും മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. സാധാരണഗതിയിൽ വരണ്ട കാലാവസ്ഥ അനുഭവപ്പെടേണ്ട ഈ സമയത്ത് ലഭിക്കുന്ന വേനൽ മഴ ചൂടിന് ആശ്വാസമേകുമെങ്കിലും അപ്രതീക്ഷിതമായ ഈ മാറ്റം കൃഷിയെയും മുൻകൂർ നിശ്ചയിച്ച പരിപാടികളെയും ബാധിക്കും. വരും മണിക്കൂറുകളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ തീരദേശ മേഖലകളിലും മലയോര മേഖലകളിലും പ്രത്യേക ജാഗ്രത പുലർത്തേണ്ടത് അനിവാര്യമാണ്. സംസ്ഥാനത്ത് പുതുക്കിയ മഴ മുന്നറിയിപ്പ് പ്രകാരം ചില പ്രദേശങ്ങളിൽ ഇന്നും കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന വിവരം. അടുത്ത 3 മണിക്കൂറിൽ കേരളത്തിലെ കൊല്ലം, പത്തനംതിട്ട, തൃശൂർ, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഇടിമിന്നലും ശക്തമായ കാറ്റും ഉണ്ടായേക്കാമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നുണ്ട്. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലായി ശക്തി കൂടിയ ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നതാണ് മഴയ്ക്ക് കാരണം. ഇത് അടുത്ത 48 മണിക്കൂറിനുള്ളിൽ ആദ്യം പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിക്കാനും തുടർന്ന് ക്രമേണ വടക്ക് കിഴക്ക് ദിശയിലേക്ക് തിരിഞ്ഞ് തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലൂടെ നീങ്ങാനും സാധ്യതയുണ്ട്. കേരളത്തിൽ ഫെബ്രുവരി 26 വരെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടിലുള്ളത്. ഇന്ന് പുലർച്ചെ ഉൾപ്പെടെ പല ജില്ലകളിലും പലയിടത്തും ശക്തമായ മഴ പെയ്തിരുന്നു. വേനൽ ആരംഭിച്ചതോടെ കനത്ത ചൂട് കുറയാൻ മഴ കാരണമാകുന്നുണ്ടെങ്കിലും പലയിടത്തും രൂക്ഷമായ വെള്ളക്കെട്ടാണ് അനുഭവപ്പെട്ടത്. ഈ ശക്തമായ ന്യൂനമർദ്ദം അടുത്ത 48 മണിക്കൂറിനുള്ളിൽ ആദ്യം പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിക്കാനും തുടർന്ന് ക്രമേണ വടക്ക് കിഴക്ക് ദിശയിലേക്ക് തിരിഞ്ഞ് തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലൂടെ നീങ്ങാനും സാധ്യത പറയുന്നുണ്ട്. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴ പലർക്കും ആശ്വാസമായിരുന്നെങ്കിലും ചിലയിടത്തൊക്കെ അപ്രതീക്ഷിതമായ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരുന്നു. അത് കാരണം പല വീടുകളിലേക്കും വെള്ളം കയറുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. ചില റോഡ് നിർമ്മാണത്തിന്റെ പ്രശ്നങ്ങളും പറയുന്നുണ്ടായിരുന്നു. എന്തായാലും ന്യൂനമർദ്ദത്തിന്റെ ഫലമായിട്ടാണ് ഈ അപ്രതീക്ഷിത മഴ ലഭിച്ചത്. അതിനിടെ കേരളത്തിൽ ഫെബ്രുവരി 26 വരെ മഴയ്ക്ക് സാധ്യത പറഞ്ഞു വെക്കുന്നുണ്ട് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. എന്തായാലും ഇതിന്റെ തുടർച്ചയായി അടുത്ത 3 ദിവസം കൂടി മഴ തുടർന്നേക്കുമെന്ന് തന്നെയാണ് റിപ്പോർട്ടിലുള്ളത്. അതേസമയം തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ, അതിനോട് ചേർന്ന തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടൽ, അതിനോട് ചേർന്ന തെക്കൻ ശ്രീലങ്കൻ തീരം എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. കേരളത്തിൽ സമീപകാലത്തുണ്ടായ അതിതീവ്ര മഴയും പ്രളയവും വലിയ പാഠങ്ങളാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. കഴിഞ്ഞ വർഷങ്ങളിൽ തുലാവർഷം നീണ്ടു നിന്നതും വേനൽക്കാലത്ത് ലഭിച്ച അമിത മഴയും പലയിടങ്ങളിലും ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും ഒക്കെ കാരണമായിരുന്നു. ശാസ്ത്രീയമല്ലാത്ത റോഡ് നിർമ്മാണവും ഓട നിർമ്മാണവും ജലാശയങ്ങളിലെ കയ്യേറ്റവും മൂലം ചെറിയ മഴയിൽ പോലും കൊച്ചി, തിരുവനന്തപുരം പോലുള്ള നഗരങ്ങളിൽ പലയിടത്തും വെള്ളം കയറിയിരുന്നു. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെടുന്നത് പകർച്ചവ്യാധി ഭീഷണി ഉയർത്തുന്നുണ്ട്. പ്രകൃതിയുടെ മാറുന്ന ഭാവങ്ങളെ ഉൾക്കൊള്ളുകയും അതിനനുസരിച്ച് മുൻകരുതലുകൾ സ്വീകരിക്കുകയുമാണ് ഈ ഘട്ടത്തിൽ നാം ചെയ്യേണ്ടത്. ഫെബ്രുവരി 26 വരെ മഴ തുടരാൻ സാധ്യതയുള്ളതിനാൽ ഔദ്യോഗിക മുന്നറിയിപ്പുകൾ കൃത്യമായി ശ്രദ്ധിക്കുകയും അവ പാലിക്കുകയും വേണം. മഴ ചൂടിന് ആശ്വാസം നൽകുന്നുണ്ടെങ്കിലും അത് ദുരന്തങ്ങളിലേക്ക് വഴിമാറാതിരിക്കാൻ ജാഗ്രത ആവശ്യമാണ്. ജലാശയങ്ങൾ നിറഞ്ഞു കവിയാനും റോഡുകളിൽ കാഴ്ച മറയാനും സാധ്യതയുള്ളതിനാൽ ഡ്രൈവർമാരും വിനോദസഞ്ചാരികളും പ്രത്യേക ശ്രദ്ധ നൽകണം. സുരക്ഷിതമായൊരു മഴക്കാലം ഉറപ്പാക്കാൻ വ്യക്തിപരമായ ജാഗ്രതയും ഭരണകൂടത്തിന്റെ നിർദ്ദേശങ്ങളും ഒരുപോലെ പ്രധാനമാണ്. ഗതാഗതം കാര്യക്ഷമമായി നിയന്ത്രിക്കുക, അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കി ആളുകൾ സുരക്ഷിത മേഖലകളിലേക്ക് തുടരുക, മഴയുമായി ബന്ധപ്പെട്ട് എടുക്കാവുന്ന എല്ലാ മുൻകരുതലുകളും എടുക്കുക, പ്രത്യേക ശ്രദ്ധ പുലർത്തുക. കാലാവസ്ഥാ വ്യതിയാന സാഹചര്യങ്ങളിൽ അത് അപകടങ്ങളിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കാൻ സഹായിക്കും.